ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെൽ ലേണിംഗ്. എല്ലാവർക്കും സുഖല്ലടാ? എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് നിൽക്കുന്നില്ലേ? ഇന്ന് മിസ് എന്തിനാ വന്നതെന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തമ്മിൽ കണ്ടപ്പോ തന്നെ അല്ലേ, എന്തോ മിസ് USS ആയിട്ട് ബന്ധപ്പെട്ടതാണ് പറയാൻ പോകുന്നത് എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ അടിപൊളിയായിട്ട് USS പഠിച്ചു പോവല്ലേ? അതിൽ സോഷ്യൽ സയൻസിന്റെ കാര്യം എങ്ങനെയാ? ഫുള്ള് സെറ്റ് അല്ലേ? അപ്പൊ ഒന്നുകൂടെ സെറ്റ് ആക്കാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? എന്റെ കുഞ്ഞുങ്ങൾ റെഡി അല്ലേ? റെഡി അല്ലടാ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ലൈവിലും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് പരീക്ഷയ്ക്കും വരുന്നത്. അപ്പൊ മിസ് ഈ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി മിസ്സേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് അറിയാം ഇതൊക്കെ എന്നുള്ളൊരു ഒന്ന് കൈവെക്കണേ, ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. മിസ്സേ ഇതൊക്കെ എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യണം കേട്ടോ. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇപ്പം മുതൽ അങ്ങോട്ട് നമ്മൾ പഠിക്കുക കേട്ടോ. അപ്പൊ റെഡി അല്ലേ? മിസ് തുടങ്ങാൻ പോവാണേ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? നവോത്ഥാനത്തിന്റെ പിതാവ് ആരായിരുന്നു എടാ? നമ്മുടെ ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും. ആരാ? പെട്രാർക്ക്. ആരാണ്? പെട്രാർക്ക്. കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റില്ലേ? ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. വാസ്കോഡ് ഗാമ നമുക്കറിയാം കോഴിക്കോടാണ് കപ്പലിറങ്ങിയത്. കോഴിക്കോടുള്ള കാപ്പാട് കപ്പലിറങ്ങി. വർഷമോ 1498. പോർച്ചുഗീസുകാരനായ വാസ്കോഡ് ഗാമ കോഴിക്കോട് കപ്പലിറങ്ങി. നോക്കിക്കേ അടുത്തത്. സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? ലോർഡ് വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭുവാണ് മക്കളെ സൈനിക സഹായ വ്യവസ്ഥ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? ദത്തവകാശ നിരോധന നിയമോ ഡോക്ട്രിൻ ഓഫ് ലാപ്സോ, അതായത് ഒരു സമയത്ത് ആൺകുട്ടികളെയാണ് നമ്മൾ അടുത്ത ഭരണാധികാരികളായിട്ട് നമ്മൾ അവരോധിക്കുക. ആൺകുട്ടികളില്ലാത്ത രാജാക്കന്മാര് അവരടുത്ത ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവര് കുട്ടികളെ ദത്തെടുക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ഡൽഹൌസി പ്രഭു പറഞ്ഞു ഇനി ആരും ആൺകുട്ടികളെ ദത്തെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താ? ആൺകുട്ടികളില്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ ആരുണ്ടാവില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യാ? ഈ രാജ്യത്ത് എന്ത് ചെയ്യാ? അങ്ങോട്ട് പിടിക്കാം. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. അപ്പൊ ബ്രിട്ടീഷുകാര് ആ പ്രദേശങ്ങളെല്ലാം തന്റെ സ്വന്തം അധീനതയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ദത്തവകാശ നിരോധന നിയമം അവര് നടപ്പിലാക്കിയത്, അഥവാ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാല്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ആരാണടാ പറഞ്ഞത്? ആരായിരുന്നു പറഞ്ഞത്? നമ്മുടെ ബാലഗംഗാധർ തിലക്. ആരാ പറഞ്ഞത്? നമ്മുടെ ബാലഗംഗാധർ തിലക്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുന്നു പറഞ്ഞത് ആരാണ്? ബാലഗംഗാധർ തിലക്. The next question. ചോർച്ചാ സിദ്ധാന്തം. ചോർന്നു പോകുന്ന സിദ്ധാന്തമല്ല, ചോർച്ചാ സിദ്ധാന്തം. ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജി ആണ് കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേടാ, വേദങ്ങളിലേക്ക് മടങ്ങുക. ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഗോ ബാക്ക് ടു വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ബംഗാളിനെ വിഭജിച്ചത് എന്നായിരുന്നു? ബംഗാൾ വിഭജനം നടന്നത് എന്നാണ്? ഇങ്ങനെ ഉണ്ടായിരുന്നു. ബംഗാളിനെ വിഭജിച്ച് കൊണ്ടുപോയ വർഷം എത്രയാണ്? 1905. എപ്പോഴാണ്? 1905. ഓക്കെ അല്ലേടാ? ഇനി നെക്സ്റ്റ്. സാധുജന പരിപാലന സംഘം ആരായിരുന്നു രൂപീകരിച്ചത്? വില്ലുവണ്ടിയിൽ കാളകളെ പൂട്ടിയിട്ട് കാളവണ്ടിയുമായിട്ട് ആരായിരുന്നു സന്ദർശിച്ചിരുന്നത്? സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ റോട്ടിലൂടെ ഒരു വ്യക്തി സഞ്ചരിക്കുകയാണ്. വില്ലുവണ്ടി പൂട്ടിയ കാളകളുമായിട്ട് വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചു പോകുന്ന വ്യക്തി ആരായിരുന്നു? നമ്മുടെ പടനായകൻ ആരാണ്? നമ്മുടെ അയ്യങ്കാളിയാണ്. ഞങ്ങളെ മക്കളെ ഒന്നും സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞ വ്യക്തി ആരായിരുന്നു? അയ്യങ്കാളി. അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സംഘമായിരുന്നു സാധു ജന പരിപാലന സംഘം എന്ന് പറയുന്നതടാ. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും എഴുതിയത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. ചെറുപ്പത്തിൽ ഗുരുകുല കാലഘട്ടത്തിൽ കുട്ടികളെ അല്ലാതെ നമ്മൾ ക്ലാസ് ലീഡറിനെ പോലെ നോക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ചട്ടം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചവൻ ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ വർക്ക് ഏതായിരുന്നു? പറഞ്ഞേ. വേദാധികാര നിരൂപണവും പ്രാചീന
മലയാളവും. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? എവിടെയാണ് സത്യാഗ്രഹം നടന്നത്? വൈക്കത്ത്. എന്നായിരുന്നു നടന്നത്? 1925. 1924 നടന്നിട്ടുണ്ടായിരുന്നത്. ദെൻ കാറ്റിന്റെ വേഗത. കാറ്റ് അങ്ങനെ വേഗത കൂടി കൂടി പോവാണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് അളക്കണ്ടേ? എങ്ങനെയെങ്കിലും കാറ്റിന് തോന്നിയ രീതിയിൽ പോയാൽ മതിയോ? പോരാ. അപ്പൊ ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉപകരണം കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഉപകരണത്തിന്റെ പേര്? അനിമോമീറ്റർ. എന്താണ്? അനിമോമീറ്റർ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തത്, നീരാവി ഇങ്ങനെ തണുത്തുറഞ്ഞ് ജലമായി മാറുന്ന പ്രക്രിയക്ക് എന്തോ ഒരു പേരുണ്ടായിരുന്നു. എന്താണ്? കണ്ടൻസേഷൻ. ഘനീകരണം. എന്താണ്? കണ്ടൻസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ലോകരാജ്യങ്ങൾക്കിടയിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. പക്ഷെ അത് എത്രാമത്തെ സ്ഥാനാന്നറിയോ? 1 2 3 4 5 6 നോ 7. നമ്മൾ എത്രാമത്തെ പൊസിഷനിലാണ് ഉള്ളത്? 7th പൊസിഷനിലാണ് ആരുള്ളത്? നമ്മുടെ ഇന്ത്യ ഉള്ളത്. ദെൻ അടുത്തത്, നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊടുത്തിട്ടറിയോ? അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് കാണുന്നത് ഭരണഘടനയുടെ 3ാം ഭാഗത്താണ്. ആ 3ാം ഭാഗത്താണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പം നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്തു ചെയ്തു? ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ എന്റെ മക്കള് വിക്ടറി ആയിട്ട്, നിങ്ങൾ വിജയമായിട്ട്, നിങ്ങൾ ക്രൂസ് ആയിട്ട് വളരെ അടുത്തടുത്ത് നിൽക്കുക. വിജയം ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇപ്പം പോകുന്ന അതേ റാപ്പില്, അതേ പവറിൽ, അതേ സെറ്റിൽ നിങ്ങൾ പോവുക. എന്റെ മക്കൾക്ക് USS എന്തായാലും കിട്ടിയിരിക്കും. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷെ വറീഡ് ആവേണ്ട. വീണ്ടും 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 ഇതേ സെക്ഷൻസ് ആയിട്ട് വീണ്ടും നിങ്ങളെ കാണാൻ വരും. അപ്പം അടിപൊളിയായിട്ടും സെറ്റായിട്ടും പഠിക്കല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് അവർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.